നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL പ്ലേ ഓഫ് ചിത്രം ഏതാണ്ട് ഇങ്ങനെ വ്യക്തമാവുകയാണ്. എന്നാൽ CSK പോലെയുള്ള ടീമുകളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം കനപ്പിക്കുകയുമാണ്. എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അതിലൊന്നും വലിയ താല്പര്യമില്ല, വലിയ കാര്യമില്ല എന്ന രൂപത്തിൽ നിൽക്കുന്ന ഒരു ടീമുണ്ട്. അതാണ് LSG. വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ 2 പോയിൻ്റ് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവർ RCBക്കെതിരെ കളിക്കുന്നു. RCBയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ 3-ാം സ്ഥാനമാണ്. മുന്നോട്ട് കുതിക്കണം, സ്ഥാനം അരക്കിട്ടുറപ്പിക്കണം. അതിന് വിജയം തന്നെ അവർ ലക്ഷ്യം വെക്കുന്നു. ലക്നൗവിലാണ് ഇന്നത്തെ മത്സരം. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. 2 ടീമിൻ്റെയും ടീം ന്യൂസ് ഒന്ന് നോക്കിയാൽ ആദ്യം LSGയുടെ കാര്യത്തിൽ ജോഷ് ഇംഗ്ലീസ് ഓപ്പണറായിട്ട്, നിക്കോളാസ് പൂറൻ നമ്പർ 3-ൽ ഇങ്ങനെ വരുമ്പോൾ പന്തും എയ്ഡൻ മൾക്രമും താഴേക്ക് ഇറങ്ങി കളിക്കുന്നു. പക്ഷേ നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടും കഴിഞ്ഞ കളിയിലും ഒടുവിൽ അവർ കളി പരാജയപ്പെട്ട നിരാശാജനകമായൊരു കാഴ്ച. ഈ LSGയെ രക്ഷപ്പെടുത്താൻ ഇനി ആരുണ്ട് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. എന്നാൽ അവരുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ മിച്ച് മാർഷ്, ജോഷ് ഇംഗ്ലീസ്, ദെൻ നിക്കോളാസ് പൂറൻ, ഋഷഭ് പന്ത്, എയ്ഡൻ മൾക്രം, അക്ഷത് രഘുവൻഷി, ഹിമ്മത് സിംഗ്, മുഹമ്മദ് ഷാമി, മോസിൻ ഖാൻ, ആവിഷ് ഖാൻ, പ്രിൻസ് യാദവ്, എം സിദ്ധാർത്ഥ്. മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിൽ സാൾട്ടിൻ്റെ പരിക്ക് ഇപ്പോഴും അൺസേർട്ടൻ ആണ്. അദ്ദേഹം ഇനി മടങ്ങിയെത്തുമോ ഇല്ലയോ എന്നുള്ളത്. അദ്ദേഹം നാട്ടിൽ പോയിട്ടുണ്ട്. ജേക്കബ് ബെത്തൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, അതിനപ്പുറത്തേക്ക് ഒരു മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിന് ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ഒരു ചെറിയ ആശങ്ക ഇപ്പോൾ RCBക്കുള്ളത്. പിന്നെ ജിതേഷ് ശർമ്മയുടെ ഫോമിൻ്റെ കാര്യത്തിലും വലിയ ആശങ്കയുണ്ട്. എന്നാൽ അവരുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ വിരാട് കോഹ്ലി, ജേക്കബ് ബെത്തൽ, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, സുയാഷ് ശർമ്മ, റാഷിഖ് സലാം. അപ്പം വെങ്കിടേഷ് അയ്യർ ചില ആവശ്യഘട്ടങ്ങളിൽ മാത്രം ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എല്ലാ കളിയിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഏതായാലും മികച്ച ഒരു വിജയത്തോടു കൂടി RCB മുന്നോട്ട് കുതിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.